നേരെ ചോദ്യത്തിലേക്ക് പോകാം. വിഷമം പിടിച്ചതും എളുപ്പമുള്ളതുമായ 10 ഗണിതചോദ്യങ്ങൾ. 2, 4, 8, 10, 20 ഒരു പാറ്റേൺ ആണ്. പാറ്റേൺ 2, 4, 8, 10, 20 ഇത് വല്ലാത്തൊരു പാറ്റേൺ ആണ് അല്ലേ? രണ്ടും കൂട്ടിയ 4, 4നോട് 4 കൂട്ടിയാൽ 8, 8നോട് വീണ്ടും 2 കൂട്ടിയാൽ 10, 10നോട് 10 കൂട്ടിയാൽ 20 ഇങ്ങനെയുള്ള ഒരു ശരിയല്ലാത്ത പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത് മനസ്സിലാത്ത ഒരു പാറ്റേൺ ആണ്. പക്ഷെ ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് 2 ഗ്രൂപ്പാണ്. 2, 4, 8 എന്നൊരു ഗ്രൂപ്പ്. ഇതേ പാറ്റേണിലാണ് ഇതേ സംഖ്യകൾ പോകുന്നത്. അത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ 3 2 ഗുണിക്കണം 2 4, 4 ഗുണിക്കണം 2 8, 10 ഗുണിക്കണം 2 20, 20 ഗുണിക്കണം 2 40 ആണ് ഇതിന്റെ ഉത്തരം. അത്രയേ ഉള്ളൂ. അതൊന്നും മനസ്സിൽ പെട്ടെന്ന് നോക്കിയാൽ മതി. അടുത്ത ചോദ്യം. റാണി 150 രൂപയ്ക്ക് ഒരു പുസ്തകം വാങ്ങി 198 രൂപയ്ക്ക് വിറ്റു. ലാഭശതമാനം എത്ര? അപ്പൊ ലാഭശതമാനമാണ് കാണേണ്ടത്. ലാഭശതമാനം കാണാൻ എന്താ വേണ്ടത്? വാങ്ങിയ വിലക്ക് എത്ര രൂപ ലാഭം കിട്ടി ഇത് മാത്രം നോക്കിയാൽ മതി. ശതമാനം കാണാൻ 100 കൊണ്ട് ഗുണിക്കാം. തീർന്നു. വാങ്ങിയ വില എത്രയാണ്? 180. 198 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ 18 രൂപ ലാഭം. 150 രൂപയ്ക്ക് 18 രൂപ ലാഭം. ലാഭശതമാനം കാണാൻ ഇതിനെ 100 കൊണ്ട് ഗുണിക്കുക. അത്ര തന്നെ. അപ്പോ ഇത് പോയി 18 പോയി. ബാക്കി എന്തുണ്ട്? 10%. ക്ലിയർ? അടുത്തത് -1 ഓൾവേസ് ടു 121 ഗുണിക്കണം √576. ഈ -1ന്റെ ഇങ്ങനെ സ്ക്വയർ ഒക്കെ വന്നു കഴിഞ്ഞാല് ഒരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മളത് വിട്ടുകളി. ആ ചോദ്യമൊക്കെ എപ്പോഴും ഓർമ്മിക്കുക, ഇത് -1 ആണ്. -1ന്റെ കൃത്യമായി ഇവിടെ വന്നത് ഒരു ഒറ്റ സംഖ്യയാണ്. ഓർമ്മിക്കണം, ഒരു ഒറ്റ സംഖ്യയാണ്. അങ്ങനെ ഒറ്റ സംഖ്യയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം 1ന്റെ സ്ക്വയർ 1 ഗുണിക്കണം 1 തന്നെ. 1 കാലം 3 അതും 1 തന്നെ. 1 കാലം 4 അതും 1 തന്നെ. 1 ഗുണിക്കണം 1 ഗുണിക്കണം അങ്ങനെ പോയി എത്ര പ്രാവശ്യം ഇട്ട് ഗുണിച്ചാലും അതിന്റെ വില 1 തന്നെയാണല്ലോ. -1 ആണെങ്കിലോ ഇതിന്റെ കൃത്യംഗം ഇരട്ട സംഖ്യയാണെങ്കിൽ അതിന്റെ ഉത്തരം 1. ഒരു ഉദാഹരണം, -1 ഗുണിക്കണം -1, 1 ഗുണിക്കണം 1. ഇത് 2 നെഗറ്റീവ് സംഖ്യ. 2 നെഗറ്റീവ് തമ്മിൽ ഗുണിക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. അതായത് 2 എന്ന് പറയുന്നത് ഇരട്ട. ഇനി ഇതിന്റെ കൂടെ വീണ്ടും ഒരു നെഗറ്റീവ് ഒന്നും കൂടെ വരികയാണെങ്കിലോ -1 ഗുണിക്കണം -1. അപ്പൊ ഇതിന്റെ എണ്ണത്തിലായി ഒറ്റയായി, ഒറ്റ സംഖ്യയായി. അപ്പൊ ഇതിന്റെ വില -1. അത് മാത്രമേ ഓർമ്മിക്കേണ്ടുള്ളൂ. അങ്ങനെ ഓർമ്മിച്ചാല് ഇതിന്റെ ഉത്തരം വളരെ എളുപ്പമാണ്. അതായത് ഇവിടെ വന്ന എന്താണ്? 121 ആണ്, ഒറ്റ സംഖ്യയാണ്. അപ്പം ഇതിന്റെ വില -1 ഘാതം 121ന്റെ വില എത്രയാണ്? -1 ഗുണിക്കണം 576 വർക്കം പോലെ കാണണം. അതൊക്കെ മനസ്സിൽ പഠിച്ചു നോക്കണം കേട്ടോ. പെട്ടെന്ന് കിട്ടണം. എത്രയാണെന്നറിയോ? 24. 24നെ 1 കൊണ്ട് ഗുണിച്ചാൽ 24. നെഗറ്റീവ് ആയതുകൊണ്ട് -24. ഇതാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. A സമം ഗുണനചിഹ്നം, B സമം മൈനസ് ആണ്, C സമം പ്ലസ്, D സമം ഹരണം എങ്കിൽ 12A 8C 16B 36D 6 എത്ര?
അവിടെ ABCD എന്ന 4 അക്ഷരങ്ങളാണ്. ആ 4 അക്ഷരങ്ങൾക്ക് പകരം എന്താ ചിഹ്നങ്ങൾ ഉപയോഗിക്കണം, ഗണിത ചിഹ്നങ്ങൾ. നമ്മൾ അതിട്ട് ചെയ്താൽ മതി. ചോദ്യമാണ് 12A 8C 16B 36D 6. ഇനി എക്ക് പകരം എന്താ ഉപയോഗിക്കേണ്ടത്? 12 എക്ക് പകരം ഗുണനം 8, സിക്ക് പകരം പ്ലസ് 16, ബിക്ക് പകരം എന്താ മൈനസ് ആണ്, മൈനസ് 36, ഡിക്ക് പകരം ഹരണമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മള് ഇവിടെ ഒരു കോഡ് തന്നിട്ടുണ്ട്, അതിന് കോഡ് എന്ന് പറയാം അല്ലെ. എ എന്ന അക്ഷരത്തിന് പകരം ഗുണന ചിഹ്നം ഉപയോഗിക്കണം, ബി എന്ന അക്ഷരത്തിന് പകരം മൈനസ് ആണ്, സി പ്ലസ് ആണ്, ഡി ഹരണമാണ്. അപ്പൊ അതനുസരിച്ച് ആദ്യം ഇതിനെ ഡീകോഡ് ചെയ്യണം. അങ്ങനെ മാറ്റി എഴുതുക. ഫസ്റ്റ് ചെയ്യേണ്ടതാണ് ഒരു കടലാസ്, നിങ്ങളുടെ മുമ്പിലുള്ള കടലാസിൽ ഇങ്ങനെ ആദ്യം ചെയ്തു വെക്കുക. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുക എന്താ വെച്ചാൽ ഇതിൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ഇവിടെ ഗുണനമുണ്ട്, സങ്കലനമുണ്ട്, വ്യവകലനമുണ്ട്, ഹരണമുണ്ട്. ഇതിൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾ തുടങ്ങുമ്പോൾ സാധാരണ ഇങ്ങനെയാണ് തുടങ്ങല്ലേ, 12 ഗുണിക്കണം 8, അതിനുശേഷം 16 കൂട്ടി, പിന്നെ അതിന് 36 കുറച്ച്, അതിന് 6 ഹരിച്ച്, അങ്ങനെയൊക്കെയാണല്ലോ ഇതിന്റെ ക്രമം അനുസരിച്ച് വരിക അല്ലേ. പക്ഷെ അങ്ങനെ ചെയ്താൽ ഇത് ഉത്തരം തെറ്റിപ്പോകും. എന്താ, ആദ്യം നമ്മൾ ഹരണം ചെയ്യണം. ഇതാണ് 36 ഹരിക്കണം 6 കാണണം, അതിനുശേഷം ഗുണനം കാണണം രണ്ടാമത്, എന്നിട്ടത് മൂന്നാമത് കാണണം, ഇത് നാലാമത് കാണണം, വ്യവകലനം നാലാമത്തെ ലാസ്റ്റ് സ്റ്റെപ്പ്. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമ്മള് 36 ഹരിക്കണം 6 എത്ര വരും? 6 വരും. 12 ഗുണിക്കണം 8 എത്ര വരും? 96 വരും. അപ്പൊ ഇതിന് നമുക്ക് മാറ്റി എഴുതുമ്പോ 12 ഗുണിക്കണം 8 96 പ്ലസ് 16 മൈനസ് 36 ഹരിക്കണം 6, 6 കിട്ടിയല്ലോ. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുക അല്ലേ. കൂട്ടിയാൽ എത്ര വരും? 112 മൈനസ് 6, അതായത് 106. ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. ഒരു കോഡ് ഭാഷയിൽ ചൈൽഡ് എന്ന വാക്കിനെ 36 എന്ന് എഴുതിയാൽ മദർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ചൈൽഡ് CHILD, ഇതിന് കൊടുത്ത എന്താണ് കോഡ്? 36. നമുക്ക് എഴുതുന്നത് എന്താണ്? മദർ MOTHER. ഇതിന് എങ്ങനെ മാറ്റി എഴുതും? ഓപ്ഷൻ 39, 49, 79, 89 തന്നിട്ടുണ്ട്. ഇതിലേതാണ് ശരിയാണ്? നമ്മൾ ആലോചിക്കുന്നത് എന്താ, ഈ 36 എങ്ങനെയാണ് ചൈൽഡ് എന്ന വാക്കിന് കോഡായി മാറിയത് അല്ലെ? കിട്ടിയോ? ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലെ. ഇത് ഈ അക്ഷരങ്ങളുടെ സ്ഥാനവില അല്ലെ, ഇംഗ്ലീഷ് ഭാഷയിൽ അതെല്ലാം കൂടെ കൂട്ടിയതാണ്. അതെങ്ങനെയാ? C 3, H 8, I 9, L 12, D 4. കൂട്ടിയത് വരും 3, 8, 11, 11, 9, 20, 20, 12, 32, 4, 36. അങ്ങനെയാണ് ചൈൽഡ് എന്ന വാക്ക് കോഡ് ചെയ്ത് 36. അതുപോലെ മദറിനെ മാറ്റണം. എങ്ങനെയാ? മദർ 13ാമത്തെ അക്ഷരം O MNO 15ാമത്തെ അക്ഷരം, T 20ാമത്തെ അക്ഷരം, H 8ാമത്തത്, E 5ാമത്തത്, R എത്ര വരും? T 20 6 18ാമത്തെ. ഇനി ഇത് കൂട്ടുക. 13, 15, 28, 28, 20, 48, 48, 8, 56, 56, 5, 61, 61, 18, 79. ഇതിലെ C 79 ആണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. ഒരു മാസത്തിലെ 3ാമത്തെ ദിവസം ഞായറാഴ്ചക്ക് 2 ദിവസം മുമ്പായിരുന്നെങ്കിൽ ആ മാസത്തെ 26ാം ദിവസം ഏത് ദിവസം? വെറുതെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചോദ്യമാണ്. എന്താ,
ഒരു മാസത്തിലെ മൂന്നാമത്തെ ദിവസം, അതായത് 3-ാം തീയതി. ഒരു മാസത്തിലെ മൂന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 3-ാം തീയതി. അതെന്താണ്? ഞായറാഴ്ചക്ക് 2 ദിവസം മുമ്പാണെങ്കിൽ, ഞായറാഴ്ചക്ക് 2 ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അത് വെള്ളി. അതായത് ഒരു മാസം 3-ാം തീയതി എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. ഇനി എന്താ വേണ്ടത്? ആ മാസത്തെ 26-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 26-ാം തീയതി ഏത് ദിവസമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതെങ്ങനെയാ കാണാൻ? 3-ാം തീയതി വെള്ളി, അടുത്ത വെള്ളിയപ്പ 10, അടുത്ത വെള്ളിയപ്പ 17, അടുത്ത വെള്ളിയപ്പ 24. 24 വരെ എത്തി. വെള്ളിയാഴ്ചയാണ് 24. അപ്പൊ 25 ശനിയാഴ്ച, 26 ഞായറാഴ്ച. അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം, 7:343 അതിന്റെ പ്രൊപ്പോർഷനാണ് 8 എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 7-ഉം 343 തമ്മിലുള്ള ബന്ധമാണല്ലോ ആദ്യം കണ്ടുപിടിക്കേണ്ടത് അല്ലെ? എന്നിട്ട് അത് 8-മായി ബന്ധപ്പെടുത്തി ഈ ഓപ്ഷൻസ് 512, 517, 520, 346 അതിലെ ഓപ്ഷൻസ് ആയിട്ട് യോജിക്കുന്നുണ്ടോ നോക്കുക. അത്രയേ ഉള്ളൂ. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധം കിട്ടിയോ? 7:343 കിട്ടിയോ? 7 ക്യൂബാണ് 343. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 8 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ഗുണിക്കണം 8 ഗുണിക്കണം 8, 8 ഗുണിക്കണം 8, 64 ഗുണിക്കണം 8. അതെത്രയാ? 8 4 32, 8 48, 3 50, 512. ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അതിന്റെ ഉത്തരം. നെക്സ്റ്റ് ചോദ്യം, ഒരു ക്ലോക്കിലെ സമയം 4:40, ഒരു കണ്ണാടിയിൽ അതിന്റെ പ്രതിബിംബ സമയം എന്താണ്? പൊതുവെ PSC പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. എല്ലാ പരീക്ഷകൾക്കും ഈ മാതൃകയുടെ ചോദ്യം വരാറുണ്ട്. ക്ലോക്കിലെ സമയം തന്നിട്ട് അതിന്റെ പ്രതിബിംബ സമയം, അല്ലെങ്കിൽ പ്രതിബിംബ സമയം തന്നിട്ട് ആക്ച്വൽ. എങ്ങനെയാണെങ്കിലും അതിന്റെ വഴി ഒന്നാണ്. എന്താണെന്നറിയോ? 4:40 വെച്ചാൽ 12 താഴെ ആയതുകൊണ്ട് എളുപ്പ വഴിയുണ്ട്. ആ എളുപ്പ വഴി ഇതാണ്. 12 മണിയിൽ നിന്ന് 4:40 കുറച്ചാൽ മതി. ഇങ്ങനെ കുറക്കാനൊരു പ്രയാസമുണ്ട്. ക്ലോക്കാണല്ലോ, ക്ലോക്കിലെ ടൈമാണല്ലോ. ഈ 12 മണിയെ നമ്മൾ ഒന്നും കൂടെ മാറ്റുക. അതെന്താ അറിയോ? 11:60 നടക്കുക. 11:60 എന്ന് പറഞ്ഞാൽ 11 മണിക്കൂറും 60 മിനിറ്റും. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണല്ലോ. അപ്പൊ 12 മണി തന്നെ. അപ്പൊ 12-നെ 11:60 ആക്കിയിട്ട് അതിൽ നിന്ന് 4:40 കുറച്ചാൽ മതി. എത്ര വരും? 7:20. പ്രതിബിംബ സമയം 7:20 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു സംഖ്യയോട് 3 കൂട്ടിയതിന്റെ വർഗം 64 ആയാൽ സംഖ്യയായി വരാൻ സാധ്യത എന്താണ്? സാധ്യത ഏതാ, സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ മതി. എന്ത് സാധ്യത പതിക്കാനകത്ത്? ഒരു സംഖ്യയോട് 3 കൂട്ടിയപ്പോ വർഗം 64 കിട്ടി. ഒരു സംഖ്യ x + 3, അതിന്റെ വർഗം 64. x + 3 ഹോൾ സ്ക്വയർ 64 ആണെങ്കിൽ x + 3 എത്ര വരും? അതിന്റെ √64, 8 വരും. ഏത് സംഖ്യയോട് 3 കൂട്ടിയാൽ 8 കിട്ടുക? x 5. 5 തന്നെയാണ് അതിന്റെ ഉത്തരം, അല്ലാണ്ട് അതിനൊരു സാധ്യതയൊന്നുമില്ല. ഓക്കെ, അടുത്ത ചോദ്യം, 150 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിക്ക് 220 മീറ്റർ നീളമുള്ള മറ്റൊരു തീവണ്ടിയെ കടന്നു പോകുന്നതിന് സഞ്ചരിക്കേണ്ട ദൂരം എത്ര? അതായത് ഒരു തീവണ്ടി, ഇത് എത്രയാ? 180. അപ്പൊ തീവണ്ടി ഇങ്ങനെ കടന്നു പോകുമ്പോ, ഇങ്ങനെ അങ്ങനെ ഇങ്ങോട്ടായിക്കോട്ടെ കടന്നു പോകുമ്പോ എന്ത് വരും? ഇത്രയും ദൂരം വീട് വരും അല്ലെ? 220 വരും. അപ്പൊ എത്ര വരും? 150ഉം 220 കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരാണ് അതിന്റെ 400 മീറ്റർ. ഓക്കെ.